അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു SSC എക്സാംസിൽ വരുന്നുള്ളത്. അപ്പോൾ SSC എക്സാംസ് എന്തുകൊണ്ട് SSC എക്സാംസ് എന്നുള്ളതിൻ്റെ ഒരു റീസൺ ആണ് നിങ്ങൾ ഇപ്പം കണ്ടത്. ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചില എക്സാംസിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, നമ്മുടെ കരിയർ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഡിഗ്രി എക്സാംസ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് പാസ് ഔട്ടായി ഇപ്പം റീസെൻ്റ്ലി ഗ്രാജുവേഷൻ ആയി കഴിഞ്ഞ് ഇറങ്ങി ഇപ്പം നിങ്ങൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ പേർക്കൊരു ക്ലിയർ ആൻസർ ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സമയത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഓപ്ഷൻസ് എന്ന് പറയുമ്പം പല രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. നമ്മുടെ SSC എക്സാംസ് ഉണ്ട്, റെയിൽവേ എക്സാംസ് ഉണ്ട്, കേരള PSC എക്സാംസ് ഉണ്ട്, UPSC എക്സാംസ് ഉണ്ട്, ബാങ്ക് എക്സാംസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കരിയർ പിന്നെ അതുപോലെ ടെക്നിക്കൽ എക്സാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കരിയർ ഓപ്ഷനായിട്ടുള്ള ഒരു SSC എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നല്ലപോലെ കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ആൻഡ് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ SSC എക്സാംസ് ആൻഡ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഒരു കരിയർ ഓപ്ഷൻസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കരിയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും UPSC എക്സാംസിലേക്ക് പോകാൻ വേണ്ടി. ചിലർക്കെങ്കിലും SSC എക്സാംസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. SSC എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ബാങ്ക് എക്സാംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറേയൊക്കെ. പിന്നെ നമ്മുടെ റെയിൽവേ എക്സാംസ് ഉണ്ട്, അതൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ അതർ എക്സാംസ് ഉണ്ട്. അതർ എക്സാംസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ എക്സാംസ്, നിങ്ങൾ പഠിച്ച ഡിഗ്രി ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എക്സാംസും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും എല്ലാ എക്സാംസിനും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇഷ്യൂസോ പ്രശ്നങ്ങളൊക്കെ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ UPSC എക്സാംസിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ എക്സാംസ് നമുക്ക് വർഷത്തിൽ ഇപ്പം സിവിൽ സർവീസ് എക്സാം എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു വട്ടം വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻ കേസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞാൽ അടുത്ത വർഷമായിരിക്കും പിന്നെ അത് വരുന്നത്. അപ്പോൾ ഒരു 1 ഇയർ നമുക്ക് സമയം എന്താ പറയുക കൈൻഡ് ഓഫ് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു എക്സാംസിന് വേണ്ടി. ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ എക്സാംസ് ഒക്കെ ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള IBPS എക്സാംസ് ഉണ്ട്, SBI ഉണ്ട്, RBI ഉണ്ട്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവിടെയും വരുന്നുണ്ട്. അതിൻ്റെ അത്യാവശ്യം നല്ല സാലറി പാക്കേജും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി നമ്മുടെ സ്റ്റേറ്റ് എക്സാംസിനെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എക്സാംസ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് എക്സാംസ് ഉണ്ട്. പോസിറ്റീവും അവിടെയും ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് പലപ്പോഴും ന്യൂസിൽ കേൾക്കാറുണ്ട്. ഇത് കൂടാതെ നമ്മുടെ അതർ എക്സാംസ് എന്ന് പറയുമ്പോൾ അവിടെ ഓപ്ഷൻസ് കുറവായിരിക്കും. ലൈക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, നമ്മുടെ വേക്കൻസീസ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ വിളിക്കുന്ന എക്സാംസിന് എണ്ണം കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ചില എക്സാംസ് ഇപ്പോൾ റെയിൽവേ എക്സാം എന്ന് പറഞ്ഞാൽ അഗെയിൻ റെയിൽവേ എക്സാംസിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് വേക്കൻസി റെയിൽവേ എക്സാം വിളിക്കുന്നത്. പക്ഷേ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം വിളിച്ചത്. പക്ഷേ ഇപ്പം അത് കണ്ടിന്യൂസ്ലി 2024 തൊട്ട് കണ്ടിന്യൂസ്ലി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലെ ചില എക്സാംസ് വളരെ നല്ല എക്സാംസ് ആണ്. അപ്പം നമുക്ക് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ആ എക്സാംസിനെ വേണമെങ്കിൽ ക്ലബ് ചെയ്തും പ്രിപ്പയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റേ എക്സാമിൻ്റെ കോമൺ ആയിട്ടുള്ള ഏരിയ കവർ ചെയ്തിട്ട് കോമൺ അല്ലാത്ത ഏരിയാസ് ഒന്ന് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഒരു എക്സാംസിനെ കുറിച്ച് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ SSC റെയിൽവേ എക്സാംസ് രണ്ടും ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? രണ്ടിൻ്റെയും പഠിക്കാനുള്ള ഏരിയാസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആൻഡ് റെയിൽവേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട, നമ്മുടെ SSCയിൽ ഇംഗ്ലീഷ് പഠിക്കണം. ബാക്കിയുള്ള 3 ഏരിയ എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല, രണ്ടും ഒരേപോലെ തന്നെയാണ്. ഇനി ബാങ്ക് എക്സാംസിന് ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് എക്സാം SSC എക്സാംസ് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഒരുപാട് ഏരിയാസ് സിമിലർ ആണ്. ചില ഫ്യൂ നമ്പർ ഓഫ് ടോപ്പിക്സ് മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ചൊന്ന് എക്സ്ട്രാ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ബാങ്ക് എക്സാംസ് വരുമ്പോൾ അവിടെ നമ്മുടെ ജനറൽ അവയർനെസിൻ്റെ ഏരിയ പഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി, ബയോളജി, കെമിസ്ട്രി അങ്ങനെയുള്ള ഏരിയാസ് ഒന്നും പഠിക്കേണ്ട. പക്ഷേ കറണ്ട് അഫയേഴ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പം ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് വേറെയും എക്സാംസ് കൂടി എഴുതാൻ പറ്റുന്ന ഒരു എക്സാംസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി SSC ആണ്. ബിക്കോസ് SSC പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ എക്സാംസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ SSC പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ജനറൽ അവയർസിൻ്റെ ഏരിയ കുറച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും എഴുതാം. കുറച്ച് എക്സ്ട്രാ ഒരു ഫ്യൂ ടോപ്പിക്സ്, ഒരുപാടൊന്നും ഇല്ല, ഒരു 10-15 ടോപ്പിക്സ് പോലും ഇല്ല. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 3 ടോപ്പിക്സ് നമുക്ക് എക്സ്ട്രാ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് എക്സാംസിന് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് റീസണിംഗ് ആണെങ്കിലും ഒരു ഫ്യൂ ടോപ്പിക്സ്, ഒരു 3 to 4 ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് എക്സാംസിന് ഇതുകൂടി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് SSC എക്സാംസ് പ്രിപ്പയർ ചെയ്താൽ അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് മാറ്റുമ്പോൾ റെയിൽവേ എക്സാംസും അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്യൂ
ചാപ്റ്റേഴ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഇപ്പോൾ ടെക്നിക്കൽ എക്സാമിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്കായാലും അവിടെ നോൺ ടെക്നിക്കൽ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ടെക്നിക്കൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക, അതിൻ്റെ ഒരു നോൺ ടെക്നിക്കൽ പോർഷൻ കൂടി പഠിക്കുക. ബിക്കോസ് നോൺ ടെക്നിക്കൽ പോർഷൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ എക്സാംസ് എഴുതുന്നോ പറ്റുന്ന ഉറപ്പായിട്ടും അവർക്ക് എന്തും എഴുതാൻ പറ്റും. SSC എക്സാംസ് എഴുതാൻ പറ്റും, റെയിൽവേ എഴുതാൻ പറ്റും, ബാങ്ക് എക്സാംസ് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ടെക്നിക്കൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ SSC എക്സാംസോട് കൂടെ ചേർത്ത് ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് എന്തായാലും ടെക്നിക്കൽ എക്സാംസിൽ നോൺ ടെക്നിക്കൽ ഏരിയ എഴുതാൻ കാണും. ആ നോൺ ടെക്നിക്കൽ ഏരിയ ഇവിടെ കവർ ആവും. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലപോലെ യൂസ് ചെയ്യുക, നിങ്ങൾ അത് മിസ്സാക്കി കളയല്ല. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റത്തുമില്ല, നിങ്ങൾക്കറിയാം. സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ ആ SSC എക്സാംസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. SSC എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ടോപ്പ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം പെട്ടെന്ന് ചില പേരുകൾ എടുത്തു പറയുകയാണെങ്കിൽ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേരുകൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രീസ്, അതുപോലെ നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ന്യൂസ് ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, ലൈക്ക് CBI, NIA, ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ആര് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പല ലെവലിലുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ UPSൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ സിവിൽ സർവീസിൻ്റെ എക്സാം വർഷത്തെ ഒരിക്കലേ വരത്തുള്ളൂ. അതുപോലെ ഇവിടെയും നമുക്ക് ഓരോ എക്സാംസ് വർഷത്തെ ഒരിക്കലേ വരത്തുള്ളൂ. പക്ഷേ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് എക്സാംസ് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ എക്സാമിൻ്റെ ആ ഒരു കിട്ടുന്ന പോസ്റ്റിൻ്റെ ലെവൽ ഒന്ന് മാറും എന്നൊരു ആംഗിൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പോസ്റ്റുകളാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് എക്സാംസ് ആണ് കിട്ടുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാലും നമുക്ക് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തൊട്ട് പുറകെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതാണ് SSC എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ 10 കൂടുതൽ എക്സാംസും ഒരുപാട് വേക്കൻസികൾ വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളതെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC എക്സാംസിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു നേരത്തെ പറഞ്ഞ കുറച്ച് പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾ അവിടെ ആ ഒരു പിക്ചേഴ്സിൽ കാണുന്നത്. നമ്മുടെ CBI ആയാലും ശരി, NIA ആയാലും ശരി, നമ്മുടെ ഇൻകം ടാക്സ് ആയാലും ശരി, കസ്റ്റംസ് ആയാലും ശരി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ SSCക്ക് എന്തൊക്കെ എക്സാംസാണ് ഉള്ളത്? ഓക്കെ, അപ്പം ശരിക്കും നേരത്തെ പറഞ്ഞാൽ ഒരുപാട് എക്സാംസ് ഒക്കെ ഉണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്നത് SSCയുടെ കലണ്ടറാണ്. ഒരു വർഷം SSC കണ്ടക്ട് ചെയ്യുന്ന SSCയുടെ ആ ഒരു എക്സാമിനേഷൻ കലണ്ടർ. അത് SSC എല്ലാ വർഷവും അവസാനമാണ് റിലീസ് ചെയ്യുന്നത്. അടുത്ത വർഷം ഇതൊക്കെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ വർഷത്തെ ആ കലണ്ടർ, പുതിയൊരു കലണ്ടർ കൂടി വന്നായിരുന്നു. ആ ഒരു കലണ്ടറാണ് നിങ്ങൾ കാണുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് കലണ്ടർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എക്സാംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നൊരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വിളിക്കുന്ന 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഗ്രാജുവേഷൻ നിങ്ങൾ പഠിച്ച ഡിഗ്രിയും ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു എക്സാമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ സിംഗിൾ ഫേസ് ഓഫ് എക്സാമേ ഉള്ളൂ. എന്ന് ഞാൻ ആദ്യം ഒരു എക്സാം, അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു എക്സാം, അങ്ങനെയൊന്നുമില്ല. ഒറ്റ സിംഗിൾ ഫേസ് ഓഫ് എക്സാം. ആൻഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് എന്തെങ്കിലും ഫിസിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ ടെസ്റ്റ് കൂടി വേണ്ടിയതാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ടൈപ്പിംഗ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടി അവിടെ വരും. പക്ഷേ അത് നിങ്ങൾ കിട്ടിയ ആ പോസ്റ്റിന് വേണ്ടി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാത്തിലും അറ്റൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ അവിടെ 10 പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരെണ്ണത്തിൽ മാത്രമാണ് ടൈപ്പിംഗ് വേണമെങ്കിൽ അതിന് മാത്രമേ നിങ്ങൾ ടൈപ്പിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്തുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ടൈപ്പിംഗ് ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ തന്നെ അടുത്തൊരു എക്സാമാണ് SSCയുടെ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം. ജസ്റ്റ് +2 മാത്രമാണ് ക്വാളിഫിക്കേഷൻ. പക്ഷേ നിങ്ങൾക്ക് എന്തറിയണം? സ്റ്റെനോ അറിയണം. സ്റ്റെനോ നിങ്ങൾ ഡിഗ്രി ആയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു കോഴ്സായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ സ്കില്ലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സ്റ്റെനോ പഠിക്കണമെങ്കിൽ തന്നെ ഒരു 7-8 മാസം മിനിമം വേണം. അപ്പോൾ അത്രയും മാസമെങ്കിലും നിങ്ങൾ നല്ലപോലെ ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം നല്ലപോലെ എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേരും സ്റ്റെനോഗ്രാഫിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ ഓക്കെ അവിടെ നമുക്ക് സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനല്ല, പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത ഹിന്ദി ട്രാൻസ്ലേറ്റർ. അപ്പോൾ ആ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആ ഒരു ഹിന്ദി ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആ ഒരു കോഴ്സ് ആ ഒരു എക്സാം പറ്റത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ഒരുപാട് പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSCയുടെ CGL എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കമ്പൈൻ ഗ്രാജുവേറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് അത്. ഓക്കെ, അപ്പം ഗ്രാജുവേറ്റ്സിന് മാത്രം എഴുതാൻ പറ്റുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഇത് +2 വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ +2 ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 12th ക്ലിയർ ചെയ്ത ആളെന്ന്. അപ്പോൾ നിങ്ങൾക്ക് 12th വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ കാണും, ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ കാണും, 10ാം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ കാണും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല 10ാം ക്ലാസ് ഉള്ളവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. 10ാം ക്ലാസ് ഉള്ളവരെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഗ്രാജുവേറ്റ് എന്തായിരിക്കും, 10ാം ക്ലാസ്സും കാണും, 12ാം ക്ലാസ്സും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മുടെ SSCയുടെ CPO. ഇപ്പോൾ ഡൽഹി പോലീസ്, സെൻട്രൽ പോലീസ് ഓഫീസർ, അങ്ങനെയൊക്കെ ഒരു യൂണിഫോം പോസ്റ്റിനോടൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സബ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിനേഷനാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ വരുന്ന എക്സാംസ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ എക്സാം ഡേറ്റ്സും ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ്, നിങ്ങൾ ഈ കാണുന്നതല്ല ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ്സ് ആണ്, അതിൻ്റെ ഈ അവസാനം കാണുന്നതല്ല അതിൻ്റെ എന്താ പറയുക നമ്മുടെ എക്സാം ഡേറ്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ തന്നെ ഇപ്പോൾ ഉടനെ വരാൻ പോകുന്ന എക്സാംസ് ആണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഇതിൽ പറ്റുന്ന എക്സാംസ്, നിങ്ങൾ സമയം കിട്ടുന്ന എക്സാം, നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം നിങ്ങൾ ട്രൈ ചെയ്യുക. അതിൻ്റെ അടുത്ത വർഷം ഇതിനെ വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഇപ്പോൾ SSC CGL ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം നടക്കാൻ പോകുന്ന 13 ഓഗസ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ 2-2.5 മാസം പോലും ഇല്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റത്തില്ലെന്നൊന്നും പറയുന്നില്ല, മോസ്റ്റ് ഓഫ് ഈ ആൾക്കാർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ബട്ട് കാലിബർ ഉള്ളവർ കാണും. അപ്പോൾ ഒരിക്കലും പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാലിബർ ഉള്ളവർ കാണും. പക്ഷേ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വർഷം പക്ഷേ ഈ ഒരു എക്സാം ഏറ്റവും നല്ലപോലെ നിങ്ങൾ എഴുതണം എന്നുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ അല്ല, ഇത്രയല്ല ഉള്ള ഇനിയും ഉണ്ട്. ഓക്കെ, അടുത്തതാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. ജസ്റ്റ് +2 മാത്രം ക്വാളിഫിക്കേഷൻ മതി ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി. അപ്പോൾ +2 ഉള്ള ഏതൊരാൾക്കും ഓക്കെ ആ ഒരു എക്സാം എഴുതാൻ പറ്റും. ഇനി ഞാൻ വീണ്ടും പറയുവാണ്, +2 ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ +2 മാത്രമുള്ള ഒരാളെ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളവർക്കും ചിലർക്കെങ്കിലും ഡൗട്ട് വരുന്നൊരു കാര്യമാണ് +2 ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ 12th വരെ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് അത്. അങ്ങനല്ല, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. ബിക്കോസ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾ ഉറപ്പായിട്ടും +2 ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. അല്ല ഒരിക്കലും വിചാരിക്കില്ല ഓക്കെ +2 വരെ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രം എന്ന് വിചാരിക്കല്ല്. ഓക്കെ, അതേപോലെ അടുത്ത നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, അത് ജസ്റ്റ് 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി ആ എക്സാം എഴുതാൻ. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ 2 എക്സാംസ് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ഒരുപാട് പേരും ചിലപ്പോൾ ഓൾറെഡി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും, അവർക്ക് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാംസ് ആണ് ഇതെന്ന് ഞാൻ പറയും. പക്ഷേ എന്താ പറയുക, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ CGL എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ CP എഴുതാൻ പറ്റില്ല. ബിക്കോസ് അത് രണ്ടിനും ഗ്രാജുവേഷൻ വേണം, ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. പക്ഷേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും എഴുതാൻ പറ്റുന്ന 2 എക്സാംസ് ആണ് നിങ്ങൾ ഈ കാണുന്ന 2 എക്സാംസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ടെക്നിക്കൽ എക്സാംസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ കൂടെ ഈ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം നിങ്ങൾ ടെക്നിക്കൽ പോർഷൻ കൂടി നോക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ വരും കോമ്പറ്റീഷൻ കുറവായിരിക്കും. എന്നിട്ട് ഈ ഒരു കാറ്റഗറി മാത്രമേ അവിടെ അപ്ലൈ ചെയ്യത്തുള്ളൂ, അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ നേളി പറഞ്ഞ എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. ഇനി അടുത്തതാണ് നമ്മുടെ കോൺസ്റ്റബിൾ, നമ്മുടെ ഡൽഹി പോലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസ്, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസ് അത് ചില സ്പെഷ്യൽ സെഷൻസ്, പിന്നെ കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് ഇത്. നമ്മുടെ SSC എക്സാംസ് തന്നെ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 40,000 to 50,000 വേക്കൻസിക്ക് വിളിക്കുന്ന, നമുക്ക് 40,000 തൊട്ട് 50,000 വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ SSCയുടെ GD, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള വേരിയസ് ഡിഫറെൻറ്റ് പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോൺസ്റ്റബിളുടെ റിക്രൂട്ട്മെന്റ് ആണ് ഈ എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 10th ആണ് ക്വാളിഫിക്കേഷൻ. ആൻഡ് എക്സാം ഡേറ്റ് നമുക്ക് നോക്കാം, ജനുവരി ഫെബ്രുവരിയിൽ എക്സാം ഉള്ളത് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ 6 മാസം ഏറ്റവും മിനിമം കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില എക്സാംസ് ഒക്കെ നേരത്തെ പറഞ്ഞ പല എക്സാംസ് നിങ്ങൾക്ക് ഇവിടെ സമയം കുറച്ച് കുറവാണ് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്മുടെ SSCയുടെ CHSലും MTSും രണ്ടും നവംബറിലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഇപ്പം ജൂൺ ആയിട്ടേ ഉള്ളൂ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 4 മാസം 4.5 മാസം സമയം എന്തായാലും കിട്ടുന്നുണ്ട്. അവിടെ പിന്നെയും നവംബറിൽ ആദ്യം തന്നെ ആയിരിക്കത്തില്ല, നവംബർ ഹാഫിലോ നവംബർ അവസാനമായിരിക്കും, അല്ലെങ്കിൽ ഡിസംബറിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ഒരു മിനിമം 4 to 5 മാസം സമയം കിട്ടുന്നുണ്ട്. അത്യാവശ്യം സിലബസ് കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അവിടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സാംസിനും. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ജനുവരി ഫെബ്രുവരി നമുക്ക് ഈ പറഞ്ഞ എക്സാംസ്, GDയുടെ എക്സാംസ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കോൺസ്റ്റബിളിൻ്റെ എക്സാംസിനെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത്. പക്ഷേ SSCയുടെ CSലും MTSലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സമയം ഒരു ഇച്ചിരി കുറവാണ്. ഞാൻ പറഞ്ഞപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു CSലും MTS വരുമ്പോൾ നമുക്ക് സെപ്റ്റംബറിൽ എക്സാം നടക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ നമുക്ക് വലിയ സമയം കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ കോൺസ്റ്റബിളിൻ്റെ എക്സാംസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ഈ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാംസ് എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് CSലും MTSനും അത്രയും സമയമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബറിലൊക്കെ നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ അത്രയും സമയം കിട്ടുന്നില്ല, ഒരു എന്താ പറയുക ഒരു 3 മാസം ആ ഒരു സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ SSC എക്സാംസ്, എന്തുകൊണ്ട് SSC എക്സാംസ് എന്നുള്ളതിൻ്റെ ഒരു റീസണാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചില എക്സാംസിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ബാച്ചലർ ഡിഗ്രി ഉള്ള ഒരാളാണോ അയാളാണെങ്കിൽ അയാൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ്. ഏറ്റവും ആദ്യമാണ് SSC CGL, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ CHSL ഉണ്ട്, MTS ഉണ്ട്, CPO,
നിങ്ങൾ ഈ പറയുന്ന ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഉണ്ടെങ്കിൽ, ഓക്കെ, കുറച്ച് നമുക്ക് അവിടെ ഹൈറ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ CPU എഴുതാം, SSCയുടെ GD എഴുതാം. പിന്നെ ഫേസ് 30 നമ്മൾ നേരത്തെ കണ്ട സെലക്ഷൻ പോസ്റ്റ് എന്നുള്ള എക്സാം നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്റ്റെനോ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോ എഴുതാൻ പറ്റും. അതുപോലെ നിങ്ങളൊരു ടെക്നിക്കൽ എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് JEE എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന 6 എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇപ്പം ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്ന 4 എക്സാംസ് ആണ് ഈ 4 എക്സാംസ്. നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഒരു 170 ഓർ എബവ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ് ഈ SSCയുടെ GDയും അതുപോലെ SSCയുടെ CPO എന്നൊക്കെ പറയുന്നത്. GDയുടെ ഹൈറ്റ് അത്രയില്ല, അതിനേക്കാൾ കുറച്ചുകൂടി കുറവായിരിക്കും ചിലപ്പോൾ. നമ്മുടെ CPO എന്ന് പറയുമ്പോൾ 170+ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 എക്സാംസ് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഓക്കെ ആണെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ട് SSC എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റീസൺ ഒക്കെയാണ് നിങ്ങളിപ്പം കേട്ടത്. ഇതിന് കൂടാതെ ഞാൻ കുറച്ചുകൂടി റീസൺസ് ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 1 ലക്ഷത്തിൻ്റെ മേളിൽ വേക്കൻസി ഒരു വർഷം. ഓക്കെ, അപ്പോൾ 1-2 വേക്കൻസി, 1-2 അല്ലെങ്കിൽ 3000-4000 വേക്കൻസി അല്ല, 1 ലക്ഷം പ്ലസ് വേക്കൻസി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുറേ എക്സാംസ് ഉണ്ട്. ഈ എക്സാമിൽ ആ ഒരു SSCയുടെ GD മാത്രം 50,000 വേക്കൻസി ഉണ്ട്. നമ്മുടെ SSCയുടെ CGL എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 10,000-12,000 വേക്കൻസി കാണും. കഴിഞ്ഞ വട്ടം 18,000 വേക്കൻസി ഉണ്ടായിരുന്നു. MTS എടുത്താൽ ഒരു 10,000 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 എക്സാം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80,000-ഓളം വേക്കൻസി അവിടെ മാത്രം വരുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ വേറെയും ഒരുപാട് എക്സാംസ് കണ്ടു. ആ എക്സാമിനെല്ലാം തന്നെ 4,000, 5,000, 6,000-ഓളം വേക്കൻസീസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്ര വരുമ്പോഴത്തേന് നമുക്ക് അവിടെ അത്യാവശ്യം എന്താ പറയുക 1 lakh പ്ലസ് വേക്കൻസീസ് ആണ് വിളിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ വരുന്നത് SSC എക്സാംസിൽ. പിന്നെ സാലറി എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം, നിങ്ങളൊരു 10ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും ഏറ്റവും മിനിമം വരുന്ന സാലറി എന്ന് പറയുന്നത് 30,000 മേലുള്ള സാലറി വരുന്നത്. അതിൻ്റെ ആ സാലറി പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 80,000, 90,000, അതിനേക്കാളും മേളിലോട്ടുള്ള പോസ്റ്റുകൾക്ക് സാലറി ഉള്ള പോസ്റ്റുകളും ഉണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഏറ്റവും നല്ല പോസ്റ്റുകളുടെ എല്ലാം സാലറി വരുന്നത് ഒരു 80,000 ആയിരിക്കും. നിങ്ങളുടെ കൈ കിട്ടുന്ന സാലറി 80,000-90,000 എന്നുള്ള സാലറി. ഓക്കെ, ഇനി ഇത് കൂടാതെ ഏറ്റവും നല്ല കരിയർ ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയി ബെനിഫിറ്റ് സ്കീംസ് ഉണ്ട് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ. പിന്നെ ഇത് കൂടാതെ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളുണ്ട്. ലൈക്ക് ഇൻകം ടാക്സ് ആയാലും പ്രിവെൻറ്റീവ് ഓഫീസർ ആയാലും ഇപ്പോൾ ഡൽഹി പോലീസിലെ SI ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ യൂണിഫോം ഇല്ലാത്ത പവർഫുൾ പോസ്റ്റുകളും ഉണ്ട്. ലൈക്ക് നമ്മുടെ CBI പോലത്തെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം ഗൺ ക്യാരി ചെയ്യാൻ വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ CBIയുടെ പോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. പിന്നെ എക്സ്ട്രാ വർക്കിംഗ് അവേഴ്സിന് എക്സ്ട്രാ പേ ഉണ്ട്. നമുക്ക് ഒരു വർഷം തന്നെ 6 കൂടുതൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമുകളുണ്ട്. എല്ലാത്തിനെയും സിലബസ് കോമൺ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു പോയിന്റ് കൂടിയാണ് ഇത്. എന്തുകൊണ്ട് SSC എക്സാം എന്നുള്ളതിൻ്റെ റീസൺ, ബിക്കോസ് നിങ്ങൾക്കറിയാം ഓരോ എക്സാം പഠിക്കുമ്പോൾ ഓരോരോ സിലബസ് പഠിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് SSC എക്സാം എല്ലാം കൂടി ചേർത്ത് ഒരേ സിലബസ് ഫോളോ ചെയ്താൽ ആദ്യം എക്സാമിൻ്റെ പാറ്റേൺ മാത്രമേ മാറുന്നുള്ളൂ, ക്വസ്റ്റിൻ്റെ കൗണ്ട് മാത്രമേ മാറുന്നുള്ളൂ. നമ്മുടെ ആ ഒരു ടോപ്പിക്സ് പഠിക്കാനുള്ള ഏരിയാസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് വരുന്നത്. ടെക്നിക്കൽ എക്സാം വരുമ്പോൾ മാത്രമേ എക്സ്ട്രാ കാര്യങ്ങൾ പിന്നെ അവിടെ വരുന്നുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ അല്ലാത്തൊരു രീതിയിൽ ഈ ഒരു എക്സാംസ് SSC എക്സാംസ് ചോദിച്ചാൽ അതിൻ്റെ കുറേ റീസൺസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ജോബ് സ്റ്റെബിലിറ്റി കാണും, ഹൈ റെപ്യൂട്ടേഷൻ ഉള്ള ജോബാണ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഏറ്റവും ഹൈ സാലറിയാണ് വരുന്നത്. അപ്പം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യം എല്ലാ പോസ്റ്റുകൾക്കും കാണും. ഫോഴ്സുകൾ ആകുമ്പോൾ നിങ്ങൾക്കറിയാം അതിനനുസരിച്ച് കുറച്ച് പാടായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പോസ്റ്റുകൾക്കും എന്ത് കാണും, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, നല്ല സാലറി, നല്ല പവർഫുൾ പോസ്റ്റും ഹൈ റെപ്യൂട്ടേഷനൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പായിട്ടും കാണും. പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ ഗുഡ് ബെനിഫിറ്റ് സ്കീംസ്, ഗവൺമെൻറ് ഒരുപാട് ബെനിഫിറ്റ് സ്കീംസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസുകളുണ്ട്, ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മുടെ പെയ്ഡ് ലീവ് ബെനിഫിറ്റ്സ് ഉണ്ട്, നാഷണൽ പെൻഷൻ സ്കീം അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് പിന്നെ വരുന്നത്. നിങ്ങൾക്കറിയാം ഇത് കൂടാതെ ഫെസ്റ്റിവൽ സീസണിൻ്റെ സമയത്തൊക്കെ നമുക്ക് വരുന്ന അല്ലാത്ത ബോണസുകളും അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റുകളുടെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഞാൻ SSCയുടെ CGLൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പോസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് ആ പോസ്റ്റുകളുടെ ഒരു പവർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് SSCയുടെ CGLൻ്റെ അണ്ടറിൽ മാത്രം വരുന്ന പോസ്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിക്കുന്നത്. അതിൻ്റെ ഒരു പേ സ്കെയിൽ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഏജ് ലിമിറ്റ് ഏകദേശം എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ അത് ഏത് റാങ്കിൽ വരുന്നത്, ലൈക്ക് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ഏത് റാങ്കിൽ വരുന്നതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ നമ്മുടെ CAGയുടെ ഓഫീസിലാണ് വരുന്നത്. നമുക്ക് 30 ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതെല്ലാം തന്നെ ജനറലിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ഇപ്പോൾ OBC ആണെങ്കിൽ നിങ്ങൾക്കൊരു +3 ഇയേഴ്സും SC/ST ആണെങ്കിൽ നിങ്ങൾക്കൊരു +5 ഇയേഴ്സും ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഈ 2 പോസ്റ്റുകൾ ഗസറ്റഡ് പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വിളിക്കുന്ന സമയത്ത് ചിലപ്പം വേക്കൻസി കാണാൻ സാധ്യതയില്ല, ബിക്കോസ് ഗസറ്റഡ് റാങ്ക് ആയതുകൊണ്ട് എപ്പോഴും വേക്കൻസീസ് കാണത്തില്ല. പിന്നെ ബാക്കി ഉറപ്പായിട്ടും വരുന്ന വേക്കൻസീസ് ഉറപ്പായിട്ടും ഉള്ള പോസ്റ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേറെ ചില പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ. എവിടെയൊക്കെ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഇൻ്റലിജൻസ് ബ്യൂറോ, റെയിൽവേ മിനിസ്ട്രിയിൽ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ, നമ്മുടെ എയർഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രിയിൽ, പിന്നെ ബാക്കിയുള്ള മിനിസ്ട്രീസിലെല്ലാം.
പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൽ നമ്മുടെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ അതിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന വേറെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ വരുന്ന തന്നെ ആണ് പ്രിവെന്റീവ് ഓഫീസർ, നിങ്ങൾക്കറിയാം കസ്റ്റംസ് ഓഫീസർ, പിന്നെ നമ്മുടെ എക്സാമിനർ ഇൻസ്പെക്ടർ എക്സാമിനർ പോസ്റ്റ്, പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിങ്ങൾക്കറിയാം അതിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിലെ സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ നമ്മുടെ ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, അത് വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് പോസ്റ്റുകൾ, നിങ്ങൾ കാണാൻ പറ്റും. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ബാക്കിയുള്ള മിനിസ്ട്രീസിൽ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, റിസർച്ച് അസിസ്റ്റന്റ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ, അതുപോലെ നമ്മുടെ CAGയുടെ ഓഫീസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ NIAയിലെ സബ് ഇൻസ്പെക്ടർ നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നിങ്ങൾക്കറിയാം വളരെ പവർഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു ഏജൻസിയാണ് അത്, അതിൽ സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്, നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ അതിൽ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയാം. പിന്നെ നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വരുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രിന്റെ അണ്ടറിൽ. ഇനി അടുത്ത ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട് വേരിയസ് മിനിസ്ട്രീസിലും CAGയുടെ ഓഫീസിലും ആയിട്ട്. ഇനി ഇത് കൂടാതെ പിന്നെയും നമുക്ക് ഇനിയുണ്ട് പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ, പിന്നെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് അല്ലെങ്കിൽ UDC അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വേരിയസ് മിനിസ്ട്രീസിലും വേരിയസ് ഓർഗനൈസേഷൻസിലും ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വരുന്നുണ്ട് നമ്മുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ. അതുപോലെ ടാക്സ് അസിസ്റ്റന്റ് വരുന്നുണ്ട് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും. പിന്നെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നമുക്ക് സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 36 പോസ്റ്റുകളാണ് ഞാനിപ്പം പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പം ഒരുപാട് പോസ്റ്റുകളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ CGL അണ്ടറിലുള്ള മാത്രമാണ് പറഞ്ഞത്. ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്ന CGL എക്സാമിൻ്റെ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ബാച്ചലർ ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന എത്തിച്ചേരാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് കൂടാതെ CS ഉണ്ട്, MTS ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഡൽഹി പോലീസ് ഉണ്ട്, SSC GD ഉണ്ട്, കോൺസ്റ്റബിൾസ് ഉണ്ട്, നമ്മുടെ ടെക്നിക്കൽ എക്സാംസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു 6 എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു പോയി. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു നോളേജിന് വേണ്ടി നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഓരോ എക്സാംസിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കൂടാതെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്താണ്, എല്ലാവരും ചോദിക്കുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏജ് ലിമിറ്റ് എന്താണ്, ഇതിൻ്റെ വേക്കൻസി ഏകദേശം ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ള ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഒരുമിച്ച് ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഡെഫിനറ്റ്ലി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചർ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അതാ ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെയൊക്കെ വേക്കൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. വേക്കൻസിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം വേക്കൻസി ഇതിനൊക്കെ അത്രയും ശരിക്കും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ SSC CGLന്റെ വേക്കൻസിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അത് ഞാൻ ഏതെങ്കിലും ഒരു വർഷത്തെ വേക്കൻസി അല്ല വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ വേക്കൻസി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഈ 2024 ഈ വേക്കൻസി ആയിരുന്നു വിളിച്ചപ്പം വന്നത്. പക്ഷേ അതിനുശേഷം ആ വേക്കൻസി കൂടി ഓൾമോസ്റ്റ് ഒരു 18,200 വേക്കൻസീസ് പ്ലസ് അത്രയും വേക്കൻസീസ് ആണ് പിന്നായത്. അതുപോലെ ബാക്കി നിങ്ങൾ കാണാൻ പറ്റും 8,400, 37,409 വേക്കൻസി, 7,621, 7,035 നിങ്ങൾ കാണാൻ പറ്റും. അത് നമ്മുടെ കോവിഡ് ടൈം പീരീഡാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഉള്ള വേക്കൻസിയാണ് അത്. പിന്നെ 8,400, 11,000, 9,000 ഇപ്പം വേക്കൻസീസ് ഉണ്ട്. ആൻഡ് ഇത് എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്. ഏതെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും അല്ല വിളിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്. ആൻഡ് പതുക്കെ കണ്ടാൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വേക്കൻസീസ് കൂടുന്നുമുണ്ട്. ഈ വർഷവും നിങ്ങൾക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതിനും നോട്ടിഫിക്കേഷനിൽ ഉറപ്പാണ് വേക്കൻസി 10,000 മുകളിലായിരിക്കും ഉറപ്പായിട്ട്. ബിക്കോസ് ഓൾറെഡി RTI ഫയൽ ചെയ്തപ്പോൾ തന്നെ ആ വേക്കൻസീസ് അത്രയും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് അതേപോലെ തന്നെയാണ് SSCയുടെ GD. ഓക്കെ, വേറെ ഏറ്റവും ഹ്യൂജ് വേക്കൻസി വിളിക്കുന്ന ഒരു എക്സാമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വേക്കൻസി കാണാൻ പറ്റും. എല്ലാം 30,000, 40,000, 50,000, 60,000 ആ റേഞ്ചിലൊക്കെയാണ് വേക്കൻസീസ് കിടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെച്ച് ഞാൻ ഒന്ന് പറയുവാണെങ്കിൽ ഇപ്പോൾ 2024-25 അവർ പറഞ്ഞ വേക്കൻസി ഇത്രയായിരുന്നു 39,400. പക്ഷേ അതിനുശേഷം ആ വേക്കൻസി കൂടി. ആ വേക്കൻസി കൂടിയതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. ആൻഡ് വേക്കൻസി കൂടിയത് ജസ്റ്റ് 1,000-2,000 വേക്കൻസി അല്ല കൂടി. നിങ്ങൾക്ക് കാണാൻ പറ്റും 39,000 വേക്കൻസി ഉണ്ടായിരുന്ന 53,690 വേക്കൻസി, 53,000 വേക്കൻസിലേക്ക് അത് പോയി. ഓക്കെ, സോ അത്രയും ഹ്യൂജ് വേക്കൻസീസ് ആണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ എക്സാംസിനൊക്കെ തന്നെ ഒരു കോമൺ സിലബസാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ പഠിക്കാനുള്ള ഏരിയ. SSC എക്സാംസിലേക്ക് ഒക്കെ വരുമ്പോൾ റീസണിങ്, ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ്, ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഈ ഒരു 4 ഏരിയയാണ് നമുക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയും പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 ഏരിയ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ എല്ലാ എക്സാംസിനും ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സാംസിൻ്റെയൊക്കെ പാറ്റേൺ ചുമ്മാ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാവുന്നവർക്ക് വേണ്ടി. ഇപ്പോൾ CGL, CHSL, സെലക്ഷൻ പോസ്റ്റ് ഈ ഒരു 3 എക്സാമിൻ്റെയും എക്സാം പാറ്റേൺ, ഫസ്റ്റ് എക്സാമിൻ്റെ പാറ്റേൺ സെയിം ആണ്. നിങ്ങൾ ഈ കാണുന്നതാണ് പാറ്റേൺ. ഞാൻ പറഞ്ഞ 4 സബ്ജക്ട്സ്, ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട്,
ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചാൽ ക്യാരി ചെയ്യുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഒരു 1/4 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ശരിയാണെങ്കിൽ 2 മാർക്ക് കിട്ടുമെങ്കിൽ ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് 0.5 ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. പിന്നെ 60 മിനിറ്റ് ആണ് നമുക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത്. ബാക്കി എക്സാംസ് കൂടി ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത SSCയുടെ MTS 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒറ്റ സിംഗിൾ എക്സാമിനേഷനേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതാണ് അതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ. നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അതേ മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്വസ്റ്റിൻ്റെ കൗണ്ടും അതുപോലെ തന്നെ മാർക്കിങ്ങും ടൈമും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സാംസിനെ കുറിച്ച് ഓടിച്ചെന്ന് പറയുകയാണെങ്കിൽ CPO നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ 4 ഏരിയ, പക്ഷേ ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്വസ്റ്റിൻ്റെ കൗണ്ട് കുറച്ചുകൂടി കൂടുതലാണ്, അത്രയേ ഉള്ളൂ നമുക്കവിടെ വരുന്നത്. ഇനി ഇത് SSCയുടെ GD അതേ 4 സബ്ജക്ട്സ്, ക്വസ്റ്റിൻ്റെ കൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതേ ടൈമിംഗ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്, 1 മണിക്കൂർ ടൈമിംഗ്. ഇനി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ്. നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഒരു പാരഗ്രാഫ് പോലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ പല ടോപ്പിക്സും ക്ലിയർലി മെൻഷൻഡ് അല്ല. പക്ഷേ നിങ്ങൾക്കത് പഠിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കാം. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൻ്റെ സിലബസ് ആണ്. ഇത് നിങ്ങൾ നേരത്തെ കണ്ട റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും അറിയണം എന്നൊരു ഒറ്റ ലൈനാണ് സിലബസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പർ സിലബസ്. പക്ഷേ അറിഞ്ഞിരിക്കുക, ഇതിൽ ആദ്യം നമ്മൾ ഗ്രാമർ കവർ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ ഏരിയാസ് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഗ്രാമർ ആയിരിക്കും കൺസെപ്റ്റ്. അപ്പോൾ ഗ്രാമർ നമ്മൾ അത്യാവശ്യം ആദ്യമേ കവർ ചെയ്യണം. ആൻഡ് ഫൈനലി നമ്മുടെ ജനറൽ അവയർനെസ്. അതിനൊരിക്കലും ഒരു സിലബസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ആ ഒരു അത്രയും വാസ്റ്റ് ഏരിയ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു SSC എക്സാംസിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം നമുക്കിപ്പോൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേ എക്സാമിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, ഇത് ഇംഗ്ലീഷ് എടുത്തൊന്ന് മാറ്റിയാൽ മാത്രം മതി. ബാക്കി ജനറൽ അവയർനെസ്സും GKയും റീസണിങ്ങും എക്സാക്ട്ലി സെയിം സിലബസാണ്. നിങ്ങൾ GK കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതലായിരിക്കും, അത് കുറച്ചുകൂടി കൂടുതൽ പഠിക്കേണ്ട ഇത് തന്നെ. പക്ഷേ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം. എന്നാൽ ക്വസ്റ്റ്യൻസ് കൗണ്ട് കൂടുതലായിരിക്കും, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഒരു സംഭവമാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ബാങ്ക് എക്സാംസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേ മാത്സിൻ്റെ പോർഷൻ്റെ കൂടെ ഒരു 3-4 ടോപ്പിക് എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില ടോപ്പിക്സ് പഠിക്കേണ്ട അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾജിബ്ര പഠിക്കേണ്ട, അതുപോലെ തന്നെ നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കേണ്ട, ജോമെട്രി പഠിക്കേണ്ട, അതൊക്കെ SSCയിൽ പഠിക്കണം. അതൊക്കെ വലിയ ടോപ്പിക്സാണ്. പക്ഷേ അതൊന്നും ബാങ്കിൽ പഠിക്കേണ്ട. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചില ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കണം. ലൈക്ക് പെർമിറ്റേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കണം, ഒരു 3-4 ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ബാങ്കിന് ചെല്ലുമ്പോൾ വരുന്നുള്ളൂ മാത്സിൻ്റെ അകത്ത്. അതുപോലെ റീസണിങ്ങിനകത്തും ചില ടോപ്പിക്സ് എക്സ്ട്രാ വരുന്നുണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെ ഇംഗ്ലീഷ് എക്സാക്ട്ലി സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടെ നമുക്ക് GK ഒരു വളരെ വാസ്റ്റായിട്ട് പഠിക്കേണ്ട. അതിൻ്റെ രണ്ടാമത്തെ എക്സാമിന് വേണ്ടി മാത്രം കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി. പിന്നെ ഫിനാൻഷ്യൽ അവയർനെസ്സും. അപ്പം നമുക്ക് ക്ലബ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളൊരു കുറച്ച് ലോങ് ടേം ടൈമൊക്കെ എടുത്ത് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ വേണ്ടി ഒരുമിച്ച് പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ ബാങ്ക്, SSC, റെയിൽവേ എക്സാംസ് ഒക്കെ ഒരുമിച്ച് പഠിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ച് എന്നുള്ളൊരു ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എൻട്രിയിൽ ഒരുപാട് ബാച്ചസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, പഠിക്കാൻ ഫുൾ ടൈം പഠിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടി, അതുപോലെ നൈറ്റ് ബാച്ചസ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി, അതുപോലെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ചിൻ്റെ കൂടെ ഒക്കെ ചെന്ന് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ SSCക്ക് വേണ്ടി മാത്രം പഠിക്കാൻ വേണ്ടിയുള്ള SSCയുടെ എലൈറ്റ് ബാച്ചസ് ഉണ്ട്, ബാങ്കിൻ്റെ ബാച്ചസ് ഉണ്ട്, റെയിൽവേയുടെ ബാച്ചസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പം കുറച്ചുകൂടി ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ കുറച്ച് സമയം എടുത്ത് നല്ലപോലെ ഒരുമിച്ച് ഫോക്കസ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ച് ഫോക്കസ് ചെയ്യാം. അവിടെ ആ ഒരു പ്രിപ്പറേഷൻ 4 ലെവലിലാണ് നടക്കുന്നത്. ആദ്യം സിലബസ് കവറേജ് വരും. അപ്പോൾ കോമൺ സിലബസ് കവർ ചെയ്യും, എന്നിട്ട് പിന്നെ കോമൺ അല്ലാത്ത ഏരിയാസ് എല്ലാം കവർ ആവും. അതിനുശേഷം വീക്കർ ഏരിയ ഫോക്കസ്, പിന്നെ അതിൻ്റെ പ്രാക്ടീസും, പിന്നെ നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാമിന് വേണ്ടിയുള്ള ട്രെയിനിങ് അടക്കം നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ അതാണ് സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ച്. നിങ്ങൾ അതൊരു പുതിയ കോഴ്സായിട്ട് ജോയിൻ ചെയ്യുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ സെൻട്രൽ ഗവൺമെൻറ് ഫൗണ്ടേഷൻ ബാച്ച് വഴി ഇത് ഫുൾ ഒരുമിച്ച് കവർ ചെയ്ത് പോകാൻ പറ്റും. കുറച്ച് സമയം എടുത്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, അടുത്ത വർഷത്തെ വരുന്ന എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, ഈ വർഷം അവസാനം വരുന്ന എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു നല്ല ബാച്ചസ് ആയിരിക്കും അതെന്ന് പറഞ്ഞാൽ. അതല്ല നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണലോ അല്ലാതെ അങ്ങനെയൊക്കെ ഉള്ളവരാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാംസിന് വേണ്ടി മാത്രം നോക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയും ബാച്ചസ് ഉണ്ട്. എല്ലാ ബാച്ചസിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ തന്നെ കിട്ടും. ഇത് കൂടാതെ ലൈവ് ക്ലാസ്സസ് കാണും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് കാണും, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും പ്രോപ്പർലി ഇന്ന് എന്താണ് കവർ ചെയ്യേണ്ടി എന്നുള്ളതിന്. പിന്നെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻസും ക്വിസുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. ആപ്പിൽ നിങ്ങൾക്ക് AI സപ്പോർട്ട് കിട്ടും, നിങ്ങളുടെ മോക്കൊക്കെ അനലൈസ് ചെയ്യാനും നിങ്ങളുടെ വീക്ക് ഏരിയസ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടി.
അതുപോലെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു നല്ല സമയം കൂടിയാണ് ഇത്. ബിക്കോസ് നമ്മുടെ ജൂൺ മന്തിൽ എൻട്രിയുടെ നമ്മുടെ എഡ്ജ് ഫെസ്റ്റ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു മാസം മാത്രമാണ് ആ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓഫർ പ്രൈസസിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സാധാരണ ഓൺലൈൻ ബാച്ചസ് ഒക്കെ 6 മാസം 1 വർഷമൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 വർഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക 3 വർഷത്തേക്ക് എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഓഫർ പ്രൈസസിൽ. അപ്പോൾ ഇപ്പം നമ്മുടെ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ SSCയിലെ എലൈറ്റ് ബാച്ച് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് 3 വർഷത്തെ മെൻറ്റർഷിപ്പും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്ട്രാ വാലിഡിറ്റി കിട്ടുന്നുണ്ട്. 1 വർഷത്തെ ഗോൾഡ് ബാച്ചിൻ്റെ വാലിഡിറ്റി കാണും, അത് കൂടാതെ 2 വർഷത്തെ എക്സ്ട്രാ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഓൺ ഗോയിങ് ആയിട്ടുള്ള ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ റീസെൻ്റ്ലി പാസ് ഔട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ഓഫേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടുപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളും ആ ഒരു ഓർഗനൈസേഷനിലൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലുള്ള കിട്ടുന്ന അലവൻസുകളായാലും ശരി, സാലറി വൈസ് ആയാലും ശരി, അല്ല റെപ്യൂട്ടേഷൻ വൈസ് ആയാലും ശരി, എല്ലാം മാറും. ലൈഫ് തന്നെ മാറും. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയാലും എല്ലാവരുടെയും ലൈഫ് മാറും. സോ ഈ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളിത് മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം, ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സ് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് കോൺടാക്ട് ചെയ്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വർഷം നിങ്ങളൊരു നല്ല ഗവൺമെൻറ് ജോബിലേക്കൊക്കെ എത്തിച്ചേരും, നിങ്ങളുടെ ലൈഫൊക്കെ കംപ്ലീറ്റ്ലി മാറി നിങ്ങൾ വളരെ നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരും വിഷ് ചെയ്യുന്നു. അപ്പം ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ മീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു അപ്ഡേറ്റ്സും മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇനിയും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്